കോഴിക്കോട് നിപ ബാധിച്ച് ചികിത്സയിലുള്ള യുവാവിന് IMCR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകി. രോഗിയുടെ നിലയിൽ നേരിയ പുരോഗതിയുണ്ട്. അതേസമയം പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള ആൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം IMCR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകി. അതേസമയം പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽ 4 പേരും ഹൈറിസ്കിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരം കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിലുള്ള 286 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തി. പനിയുള്ള 12 പേരെ കണ്ടെത്തി. എന്നാൽ നിപയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ ഇന്നും RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ നാളെ ജില്ലയിൽ സന്ദർശനം നടത്തും. ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം ഒരുക്കിയിരിക്കുന്നത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.